യുവേഫ ചാമ്പ്യൻസ് ലീഗ് പുതിയ സീസൺ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി നടക്കുന്ന ലീഗ് ഫേസ് ഡ്രോയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഈ തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ഫോർമാറ്റിലായിരിക്കും മത്സരങ്ങൾ ക്രമീകരിക്കുക. സാധാരണയായി 32 ടീമുകൾ 8 ഗ്രൂപ്പുകളിലായി മത്സരിക്കുകയും ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2 സ്ഥാനക്കാർ അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് റൗണ്ട് ഓഫ് 16 ഫോർമാറ്റിൽ നോക്കൌട്ട് മത്സരത്തിലൂടെ ക്വാർട്ടർ ഫൈനലിലേക്കും പിന്നീട് സെമിയിലേക്കും പിന്നീട് ഫൈനലിലേക്കും പ്രവേശിക്കും. എന്നാൽ ഇത്തവണ 8 ഗ്രൂപ്പുകളായി തിരിക്കാതെ മത്സരിക്കുന്ന 32 ടീമുകൾക്ക് പകരം 36 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ടീമുകളും ഒരൊറ്റ ലീഗ് ഫേസിലാണ് മത്സരിക്കുക എന്ന് കരുതി ഓരോ ടീമും എല്ലാ ടീമുകളുമായി മത്സരിക്കേണ്ടതില്ല. അതായത് 36 ടീമുകളുണ്ടെങ്കിലും 35 മത്സരങ്ങൾ ടീമുകൾക്ക് വരില്ല, 8 മത്സരങ്ങൾ മാത്രമേ വരൂ. അതിൻ്റെ കാരണം ഈ 36 ടീമുകളെയും ആദ്യം തന്നെ 4 പോട്ടുകളിലായി തിരിക്കും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലബ് റാങ്കിങ് അനുസരിച്ച് 4 പോട്ടുകളിലായി 36 ടീമുകളെയും തരംതിരിക്കും. അതിനുശേഷം നറുക്കെടുപ്പിലൂടെ പോട്ട് 1-ൽ നിന്നും ഒരു ടീമിനെ എടുത്ത് ആ ടീമിനെ പോട്ട് 1-ലെ 2 ടീമുകളോടും പോട്ട് 2-ലെയും 3-ലെയും പോട്ട് 4-ലെയും ഈ 2 ടീമുകളുമായി മത്സരിക്കണം. അങ്ങനെ ഓരോ പോട്ടിൽ നിന്നും 2 മത്സരങ്ങൾ വീതം വരുമ്പോൾ ഒരു ടീമിന് ആകെ 8 മത്സരങ്ങളാണ് ലീഗ് ഫേസിൽ ഉണ്ടായിരിക്കുക. ഉദാഹരണത്തിന് റിയൽ മാഡ്രിഡിനെ എടുത്തു കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡ് പോട്ട് 1-ലാണുള്ളത്. എന്നാൽ റിയൽ മാഡ്രിഡ് പോട്ട് 1-ലെയും 2-ലെയും 3-ലെയും 4-ലെയും ഈ 2 ടീമുകളുമായി മത്സരിക്കേണ്ടതുണ്ട്. ഇതിലൊരു കണ്ടീഷൻ മാത്രമാണുള്ളത്. പോട്ട് 1-ൽ നിന്ന് നറുക്കെടുക്കുമ്പോൾ റിയൽ മാഡ്രിഡ് സ്പാനിഷ് ക്ലബ്ബായതിനാൽ സ്പാനിഷ് ലീഗിലെ ഒരു ടീമുമായും ആദ്യ റൗണ്ടിൽ മത്സരിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ എല്ലാ ക്ലബ്ബുകൾക്കും അതാത് ലീഗിലെ ടീമുകളുമായും ഒരു ചാമ്പ്യൻസ് ലീഗ് ഫേസിൽ ഒരു മത്സരം ഉണ്ടായിരിക്കുന്നതല്ല. മറ്റൊരു നിയമമുള്ളത് റിയൽ മാഡ്രിഡിനെ ബൊറൂസിയ ഡോർട്ട്മൗണ്ടിനെയോ ബയേൺ മ്യൂണിക്കിനെയോ ആദ്യമേ തന്നെ നറുക്കെടുപ്പിലൂടെ എതിരാളികളായി കിട്ടിയാൽ ജർമ്മൻ ലീഗിൽ നിന്നുള്ള 2 ടീമുകളായി. അതിനാൽ ഇനി മറ്റൊരു ജർമ്മൻ ലീഗിലെ ടീമിനെ പിന്നെ അവർക്ക് നേരിടേണ്ടി വരില്ല. അതായത് ഒരു ടീമിന് മറ്റൊരു ലീഗിലെ 2 ടീമുകളെ മാത്രമാണ് നേരിടേണ്ടി വരിക ലീഗ് ഫേസിൽ. അങ്ങനെ ഇന്നത്തെ ഫിക്സഡ് ഡ്രോയിലൂടെ തീരുമാനമായ മത്സരങ്ങളുടെ ക്രമീകരണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. റിയൽ മാഡ്രിഡിന് ഡോർട്ട്മൗണ്ട്, ലിവർപൂൾ, AC മിലാൻ, അറ്റ്ലാന്റ തുടങ്ങിയ ടീമുകളെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 8 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ ഹോമിലും 4 മത്സരങ്ങൾ എവേയിലുമായിരിക്കും. ഏതൊക്കെ മത്സരങ്ങൾ ഹോമിലും എവേയിലും വേണമെന്ന് നറുക്കെടുപ്പിലൂടെ തന്നെയാണ് തീരുമാനിച്ചത്. ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആകെയുള്ള 36 ടീമുകളെ ഒരു ലീഗ് ഫേസിൽ ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം ഇവർ മത്സരിക്കുന്ന 8 മത്സരങ്ങളിലൂടെ ഇവർക്ക് പോയിന്റുകൾ നിശ്ചയിക്കുന്നു. അത് പതിവ് പോലെ തന്നെ വിജയിക്കുന്ന ടീമിന് 3 പോയിന്റും സമനിലയായാൽ 1 പോയിന്റുമാണ് ലഭിക്കുക. ലീഗ് ഫേസ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആകെ 36 ടീമുകളിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ ആദ്യം എത്തുന്ന 8 പേർക്ക് നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതായത് പ്രീ ക്വാർട്ടറിലേക്ക് അവർ നേരിട്ട് പ്രവേശിക്കും. പിന്നാലെ വരുന്ന 9 മുതൽ 24 വരെയുള്ള സ്ഥാനങ്ങളുള്ള ടീമുകൾ തമ്മിൽ നോക്കൌട്ട് മത്സരത്തിലൂടെ വിജയികളായി റൗണ്ട് ഓഫ് 16ലേക്ക് പ്രവേശിക്കും. അവർ ആദ്യത്തെ 8 ടീമുകളുമായി മത്സരിക്കും. 25 മുതൽ 36 വരെയുള്ള ടീമുകൾ ആദ്യമേ തന്നെ എലിമിനേറ്റായി പോയിട്ടുണ്ടാവും. റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നാൽ പതിവ് പോലെ തന്നെ മത്സരിച്ച് ക്വാർട്ടർ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും പ്രവേശിക്കും. ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റ് അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ശക്തിയേറിയ വാശിയേറിയ പോരാട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.